ഇന്ത്യക്ക് പണി കൊടുക്കാൻ പാകിസ്ഥാൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് ചൈനയും. അതിനുള്ള കെൽപ്പൊക്കെ ഉണ്ടോ പാകിസ്ഥാന്? അതിനുള്ള കെൽപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സാർക്ക് ഉച്ചകോടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ, പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് പരിചയിച്ചൊരു പേരാണ് സാർക്ക്. പക്ഷേ ഇപ്പോൾ സാർക്കിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വളരെ കുറവാണ്. കാര്യം അത് ഏതാണ്ട് നിർജീവാവസ്ഥയിലാണ്. ഈ സാർക്കിൻ്റെ ഫുൾ ഫോം തന്നെ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്നാണ്. അതായത് നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന ആ മേഖല ഉൾപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സാർക്ക്. അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 7 രാജ്യങ്ങളായിരുന്നു ഇതിൻ്റെ സ്ഥാപക അംഗങ്ങൾ. അഫ്ഗാനിസ്ഥാൻ ഏതാണ്ട് 2007 ഇതിൻ്റെ അംഗമായത്. പുതിയ മെമ്പറാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഇതിൻ്റെ രൂപീകരണ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ അമേരിക്ക, ജർമ്മനി, അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളെന്ന് വെച്ചാൽ വമ്പൻ സാമ്പത്തിക ശക്തിയാണ്. പക്ഷേ ഏഷ്യയിൽ ഇന്ത്യയും ചൈനയും മാത്രമേ ഉള്ളൂ അത്യാവശ്യം പച്ചപ്പുള്ള സ്ഥലങ്ങൾ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ സാമ്പത്തികമായി, സൈനികമായി ഒക്കെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളെല്ലാം ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ഈ സാർക്ക്. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം, അതിപ്പോൾ സൈനിക സഹകരണം, സാമ്പത്തിക സഹകരണം, വ്യാവസായിക സഹകരണം, സാംസ്കാരിക സഹകരണം അടക്കമുള്ളവ ലക്ഷ്യമിട്ടാണ് ഈ പറയുന്ന സാർക്ക് രൂപീകരിച്ചത്. ഇന്ത്യ അതിൻ്റെ പ്രധാന ഒരു ഫണ്ട് റൈസർ കൂടിയായിരുന്നു. ഈ പറയുന്ന സാർക്ക് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നും പറഞ്ഞ് ഇവർക്കൊരു നിധിയുണ്ട്. അതായത് ഈ മറ്റുള്ള ചെറിയ രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പല പല പദ്ധതികൾക്ക് വേണ്ടി ധനസഹായം വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആ ഫണ്ട് എന്ന് പറയുന്നത് ഒരു കോമൺ ഫണ്ടാണ്. അത് വലിയ, ഇപ്പോൾ ചൈന അടക്കം, ഇന്ത്യ അടക്കം വലിയ രാജ്യങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആവശ്യമുള്ള രാജ്യങ്ങൾ അതിൽ നിന്ന് ധനസഹായം മേടിക്കുകയാണ് അതിൻ്റെ രീതി. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ അതിൽ ഒരു വലിയൊരു പങ്കാളിയായിരുന്നു ഈ സാർക്കിൽ. പക്ഷേ ഇന്ത്യ തന്നെ ആ സാർക്കിൽ നിന്ന് പിൻവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം 2016 നടന്ന ഉറി ഭീകരാക്രമണം, അന്ന് ആ 2016 ഇസ്ലാമാബാദിലായിരുന്നു സാർക്ക് ഉച്ചകോടി നടക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇന്ത്യ അത് പറഞ്ഞിട്ട്, അതായത് പാകിസ്ഥാൻ്റെ ഭീകരവാദ പ്രോത്സാഹന നയങ്ങളിൽ പ്രതിഷേധിച്ച്, അല്ലെങ്കിൽ ഉറി ഭീകരാക്രമണം, ഏതാണ്ട് 17 സൈനികർ വീരമൃത്യു പ്രാപിച്ച സംഗതിയാണ്. അപ്പോൾ അതിന് കൃത്യമായി സമാധാനം പറയണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർക്ക് ഉച്ചകോടി ബഹിഷ്കരിച്ചു 2016. അത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുകയാണ്. അന്ന് മുതൽ ഈ സാർക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് നിർജീവാവസ്ഥയിലാണ്. പിന്നെ 2020 കൊറോണ സമയത്ത്, കോവിഡ് വ്യാപിച്ചു നിൽക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട്, അതായത് ഈ ചെറിയ രാജ്യങ്ങളാണല്ലോ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, ഞെരുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു താൽക്കാലിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഒരു വീഡിയോ കോൺഫറൻസ് ചേർന്നിരുന്നു നരേന്ദ്രമോദി മുൻകൈ എടുത്തിട്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു $10 മില്യൺ അമേരിക്കൻ ഡോളർ, അതായത് ഏതാണ്ട് 100 കോടിയോളം രൂപ നമ്മൾ സംഭാവന ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ദേ ഇപ്പോൾ നിർജീവമായ സാർക്കിന് ബദലായിട്ട് മറ്റൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ പാകിസ്ഥാനും ചൈനയും ഒത്തുചേർന്നത്. അതായത് ഇവർ കഴിഞ്ഞ 19-ാം തീയതി ചൈനയിലെ കുമിങ് എന്ന് പറയുന്ന സ്ഥലത്ത് പാകിസ്ഥാനും ചൈനയും കൂടിക്കാഴ്ച നടത്തി. അവരുടെ നയതന്ത്ര പ്രതിനിധികൾ, വിദേശകാര്യ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. ഈ കൂട്ടത്തിൽ ബംഗ്ലാദേശും ചേർന്നു. ബംഗ്ലാദേശിൻ്റെ ആളുകളും അവിടെ ചെന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തു. പക്ഷേ ബംഗ്ലാദേശ് അധികൃതർ ഈ കൂട്ടായ്മ, ഈ സാർക്കിന് ബദലായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ യോഗം ചേർന്നത് എന്നാണ് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്. ഞങ്ങൾ ചെന്നത് ഞങ്ങളുടെ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ്, അതിലാണ്ട് ഒരു രാഷ്ട്രീയ, അതായത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇല്ല, ഈ ഔദ്യോഗിക കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ ചൈനയിലല്ലേ ഇത് നടന്നത്? ചൈനയിലാണ് നടന്നത്. അപ്പോൾ പാകിസ്ഥാനും ഇല്ലേ? ഉണ്ട്. അപ്പോൾ 3 രാഷ്ട്രങ്ങളും കൂടെ ഔദ്യോഗിക കൂടിക്കാഴ്ച. അത് വെറും വാദമാണ്. അതെ, അവർ പറഞ്ഞൊഴിയാൻ നോക്കുന്നത് ഇങ്ങനെ ഒരു സംഗതി ഞങ്ങൾക്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു വ്യായാമം നടത്തുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ ഇവർ ഒത്തുകൂടിയത്, കാര്യം ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ നമുക്കറിയാം. കാര്യം ചൈന ലീഡ് ചെയ്യുന്നു, പാകിസ്ഥാൻ ചൈനയ്ക്കൊപ്പമാണ് എപ്പോഴും. അതെ, ഇന്ത്യക്ക് എതിരെ അടിക്കണമെങ്കിൽ ചൈനയുടെ സഹായം അവർക്ക് കിട്ടിയേ പറ്റൂ. ഇപ്പോൾ ബംഗ്ലാദേശ്, സമീപകാലത്താണ് ബംഗ്ലാദേശ് പ്ലേറ്റ് മാറ്റിയത്. ബംഗ്ലാദേശിന് ഇപ്പോൾ മുൻകാലത്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശ്രിതരായിരുന്നു. ഇപ്പോൾ അവർക്ക് പാകിസ്ഥാനോടും ചൈനയോടുമാണ് താല്പര്യം. അത് അവിടുത്തെ ഭരണമാറ്റം മൂലമുണ്ടായ ഒരു പുതിയ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 കക്ഷികൾ അവിടെ യോഗം ചേർന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇവർ പറയുന്നത് സാർക്കിനെ പൊളിക്കാനല്ല ഞങ്ങളുടെ ഉദ്ദേശം, എന്നാൽ വേറെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യോഗം ചേർന്നതെന്നാണ്.
പക്ഷേ ഇവര് ഏതൊക്കെ രാഷ്ട്രങ്ങളെയാണ് കൂടെ ചേർക്കാൻ അത് ശ്രമിക്കുന്നത്? പറഞ്ഞു തരാം. അതായത് പക്ഷേ ഇവർ യോഗം ചേർന്ന് ഈ സാർക്കിന് ബദലായിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കാനാണെന്നുള്ളത് പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദ എക്സ്പ്രസ് ട്രിബ്യൂൺ എന്ന് പറയുന്ന മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശ് പറയുന്ന വാദം മുഖവിലേക്ക് എടുക്കേണ്ട, പാകിസ്ഥാനിൽ നിന്നുള്ളൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് സാർക്കിന് ബദലായിട്ടുള്ളതാണ്. പിന്നെ ഇവരുടെ ഉദ്ദേശം ഇന്ത്യയെയും ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തി ആ ക്ഷണം നിരസിക്കാനാണ് സാധ്യത. പിന്നെ ഒരു സംഗതി കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സാർക്കിലെ അംഗരാജ്യങ്ങൾ, അതിൽ ശ്രീലങ്ക, മാലദ്വീപ്, അഫ്ഗാനിസ്ഥാൻ ഈ പറയുന്ന 3 രാജ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ ഏതാണ്ട് ചേരുമെന്നുള്ളതാണ് സൂചന. സാർക്കിൽ നിന്ന് മാറിയിട്ട് പുതിയ കൂട്ടായ്മയുടെ ഭാഗമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ബംഗ്ലാദേശ് ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ബംഗ്ലാദേശും ഉണ്ട്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഈ പറയുന്ന 6 രാജ്യങ്ങളെ, അതായത് പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്, അഫ്ഗാൻ, ഇത്രയും രാജ്യങ്ങളെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ മേഖലയിലുള്ള, അതായത് സൗത്ത് ഏഷ്യൻ അതായത് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ, ആ രീതിയിലാണ് ഈ പറയുന്ന സാർക്ക് രൂപീകരിച്ചതെങ്കിൽ ആ രാജ്യങ്ങളുടെ തന്നെ മറ്റൊരു വേദി ഉണ്ടാക്കാനായിട്ടാണ് ഇവരിപ്പോൾ ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2014 നേപ്പാളിൽ ആണ് സാർക്കിന്റെ ഏറ്റവും അവസാനത്തെ ഉച്ചകോടി നടന്നത്. 2014 നേപ്പാളിൽ. പിന്നെ 2016 നമ്മൾ പറഞ്ഞ പോലെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലായിരുന്നു അടുത്ത പരിപാടി നടക്കേണ്ടിയിരുന്നത്. അപ്പോഴാണ് ഉറി ഭീകരാക്രമണം ഉണ്ടായത്. അതിനുശേഷം പിന്നെ സാർക്ക് ഉച്ചകോടി നടന്നിട്ടേയില്ല. ഈ സാർക്കിന് വിഭിന്നമായിട്ട് പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ച് വിവരം വല്ലതും വന്നിട്ടുണ്ടോ? അതായത് സാർക്ക് എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ സാർക്ക് നിർജീവമായതുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചൈനയാണ് ഏറ്റവും പ്രധാന സാമ്പത്തിക ശക്തി ഏഷ്യയിൽ. അത് കഴിഞ്ഞാൽ ഇന്ത്യ. ബാക്കിയുള്ള അംഗരാജ്യങ്ങളല്ല, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ശ്രീലങ്ക, മാലദ്വീപ്, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇതെല്ലാം താരതമ്യേന സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ചൈന ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അവർ ഒരു ഹിറ്റ്ലർ മാധവൻ കുട്ടി കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം രാജ്യങ്ങളെ അവരുടെ കീഴിൽ കൊണ്ടുവരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൈന ആവുന്നതെല്ലാം ശ്രമിക്കും. പാകിസ്ഥാൻ അതിനുവേണ്ടി ഒത്താശ ചെയ്യും. ഇപ്പോൾ കൂടെ കൂടിയിട്ടുണ്ട് ബംഗ്ലാദേശും. ഇപ്പോൾ ഇന്ത്യനെയും കൂടെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അല്ല, അത് ഒരു ഫോർമാലിറ്റിക്ക് ഒന്ന് വിളിച്ച് ചോദിക്കുന്നേ ഉള്ളൂ, നിങ്ങൾ വരുന്നോ എന്നത്. പക്ഷെ അതിനെ സംബന്ധിച്ച്, അതായത് പാകിസ്ഥാൻ അംഗമായിരിക്കുന്ന ഒരു വേദിയിൽ ഇനി, അതായത് ഇത്തരം ഒരു കൂട്ടായ്മ എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിക്കുന്നതെന്ന് വ്യക്തമാണ്. കാര്യം ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂടെ കൂട്ടുന്ന ഇന്ത്യക്കെതിരെ അണിനിരത്താനാണ്. അപ്പോൾ അത്തരം ഒരു വേദിയിലേക്ക് ഇന്ത്യനെ ക്ഷണിച്ചാലും പോകാൻ സാധ്യത ഇല്ലെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ഏതായാലും മറ്റ് രാജ്യങ്ങൾ, അതായത് സാർക്കിൽ മുമ്പ് അംഗമായിരുന്ന ശ്രീലങ്ക, മാലദ്വീപ്, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങൾ ചിലപ്പോൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായേക്കും. കാര്യം അവർ ഈ പറയുന്ന പോലെ സാമ്പത്തികമായി, സൈനികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളാണ്. ചൈന പോലൊരു വൻ സാമ്പത്തിക ശക്തി അവരുടെ കൂടെ അണിനിരക്കാൻ ക്ഷണിച്ചാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് ഇവർ ആ കൂട്ടായ്മയുടെ ഭാഗമായേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംഗതി, അതായത് ഈ സാർക്ക് ഉച്ചകോടിക്ക് ബദലായിട്ട് മറ്റൊരു കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ്. കാര്യം ഇവരെല്ലാം നമ്മുടെ എതിർചേരിയിലോട്ട് വരുന്ന കാലം വിദൂരമല്ല. ഇപ്പോൾ ശ്രീലങ്കയ്ക്കും ചില ചൈന അനുകൂല മനോഭാവമൊക്കെ ഉണ്ട്. ആ ശ്രീലങ്കയും ബംഗ്ലാദേശിനെ പോലെ ഇന്ത്യയുടെ ഒരു അനുഭാവിയായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പോൾ അവർക്ക് ചൈനയുടെ സ്വാധീനം ശ്രീലങ്കയിലും ഉണ്ട് കാര്യമായ രീതിയിൽ. അപ്പോൾ ഈ തരത്തിൽ മറ്റ് രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ അണിനിരത്താൻ ചൈന ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു വേദിയും തുറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെതിരെ വലിയൊരു ജാഗ്രത നമുക്ക് വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.